أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഷാഫിഈ മദ്ഹബിലെ തഹ്രീറുൽ അവ്വൽ സാനിയിലെത്തുമ്പോൾ എന്നതാണ് നമ്മുടെ വിഷയം. മഹാനായ ഇമാം റാഫിഈ, ഇമാം നവവി, ഷാഫിഈ മദ്ഹബിൻ്റെ ശൈഖാനിമ, അവരുടെ കാലം മുതൽ ദീർഘമായി ഇബ്നു ഹജറുൽ ഹൈത്തമി, ഇമാം ശംസുദ്ദീൻ റംലി, ഈ ഒരു കാലഘട്ടം വരെയുള്ള വലിയൊരു മദ്ഹബിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു വികാസത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇമാം നവവി, റാഫിഈ ഇമാമിൻ്റെ കാലശേഷം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ മദ്ഹബിലെ പ്രബല വീക്ഷണം എന്നുള്ളത് ഷെയ്ഖാനിയുടെ ഇത്തിഫാഖാണ്. അങ്ങനെ ഇത്തിഫാഖ് ഇല്ലാത്തിടത്ത് നവവി ഇമാമിൻ്റെ തർജീഹിനെയാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് ഒരു പൊതുനിയമം ഫുഖഹാക്കൾക്കിടയിൽ ഹിജ്റ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് ഷാഫിഈ മദ്ഹബിൻ്റെ ചരിത്ര വികാസത്തെക്കുറിച്ച് പഠിക്കുന്ന വിലയിരുത്തിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ പ്രധാനമായും ഫുഖഹാക്കൾ 3-4 കാറ്റഗറിയിലായിരുന്നു. ഒന്നാമതായിട്ട് ഷെയ്ഖാനിയുടെ ഇത്തിഫാഖിനെ സ്വീകരിക്കുന്നവർ, 2 റാഫിഈ ഇമാമിൻ്റെ തർജീഹിന് മുൻതൂക്കം നൽകുന്നവർ, നവവി ഇമാമിൻ്റെ തർജീഹിന് മുൻതൂക്കം നൽകുന്നവർ. അതിലപ്പുറം ഇവരുടെ മാത്രം അഭിപ്രായത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടതില്ല, മറ്റു ഫുഖഹാക്കളുടെ അഭിപ്രായം പോലെ ഇവരുടെ അഭിപ്രായത്തെ കണ്ടാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ ഒരു വീക്ഷണമായിരുന്നു ഹിജ്റ 9-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്. അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു, റാഫിഈ ഇമാം, ഇവർ രണ്ടുപേരും മുജ്തഹിദുൽ ഫത്വ എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ കാലഘട്ടത്തിന് ശേഷം വരുന്നവർ ഇവർക്ക് തർജീഹ് ഇല്ലാത്ത വിഷയങ്ങളിൽ, ഏകോപനമില്ലാത്ത വിഷയങ്ങളിൽ അവിടുത്തെ തർജീഹിനെ കണ്ടെത്തി അതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ശേഷം പിൽക്കാലത്ത് വന്ന ഉലമാക്കൾ നുവാറു ഫി തർജീഹ് എന്നാണ് അവരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. മഹാനായ ഇബ്നു റിഫ്അ ഖമൂലി, തഖിയുദ്ദീൻ അസ്സുബുക്കി, ജമാലുദ്ദീൻ ഇസ്നവി, ശിഹാബുദ്ദീൻ അദ്റഈ, ബദ്റുദ്ദീൻ അസ്സർകശി, ഇബ്നുൽ മുലഖിൻ, സിറാജുദ്ദീൻ ബുൽഖീനി, വലിയുദ്ദീൻ ഇറാഖി, ഇമാം ജലാലുദ്ദീൻ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി, ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി, ഖത്തീബ് അശ്ശിർബീനി, ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി, ശംസുദ്ദീൻ മുഹമ്മദ് റംലി തുടങ്ങിയവരൊക്കെ ഈ ഗണത്തിലാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയത്. അപ്പോൾ ഹിജ്റ 9-ന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖാനിയുടെ അഭിപ്രായമേ സ്വീകരിക്കാവൂ എന്നുള്ള ഒരു പൊതുനിയമം വ്യാപകമായിട്ട് അതിനൊരു സ്ഥിരത, ഇസ്തിഖ്റാർ കിട്ടാത്ത ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന അധികായരായ ചില പണ്ഡിതന്മാർ, അവരിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ ഇബ്നു റിഫ്അ റളിയല്ലാഹു അൻഹു. ഇബ്നു റിഫ്അ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഖാളി ശുഹ്ബ തങ്ങൾ രേഖപ്പെടുത്തിയത് വലാ നഅലമു ഫി ശാഫിഇയ്യത്തി മുത്ലഖൻ ബഅദ റാഫിഈ മൻ യുസാവിഹി. ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന് ശേഷം നിരുപാധികം ഷാഫിഈ കർമ്മശാസ്ത്ര ധാരയിൽ അദ്ദേഹത്തോട് കിടപിടിക്കാവുന്ന ഒരു പണ്ഡിതനെയും നമുക്കറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ത്വബഖാത്തിൽ രേഖപ്പെടുത്തുന്നത്. അസ്ഹാബിൻ്റെ കലാമിനെ ഇസ്തിഹ്ലാർ ചെയ്യുന്നതിലും മറ്റും അദ്ദേഹം കാലഘട്ടത്തിൻ്റെ ഒരു വിസ്മയം എന്നാണ് രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഈജിപ്തിലെ അതുല്യനായ പ്രതിഭയെന്നും ഷെയ്ഖാനിയുടെ കൂട്ടത്തിലേക്ക് 3-മതായി ചേർത്തു കൊടുക്കാൻ കഴിയുന്ന ഇഅ്തിമാദിൻ്റെയും തർജീഹിൻ്റെയും വിഷയത്തിൽ ഷെയ്ഖാനിയുടെ ലക്ഷണമൊത്ത പിൻഗാമിയായി അദ്ദേഹത്തെ വിലയിരുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇബ്നു റിഫ്അയും അദ്ദേഹത്തിൻ്റെ ശേഷം വരുന്ന തഖിയുദ്ദീൻ അസ്സുബുക്കിയും അതുപോലെ തന്നെ ജമാലുദ്ദീൻ ഇസ്നവി, ഇവരാണ് ഇവിടെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട വ്യക്തികൾ. ഇവർ ചെയ്ത ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഷെയ്ഖാനി നടത്തിയ തർജീഹുകൾ, അവരുടെ ഗവേഷണങ്ങളെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് അവയിൽ കൊണ്ടുവരേണ്ട തിരുത്തുകളെ കൊണ്ടുവരികയും അവർക്ക് തർജീഹ് ഇല്ലാത്തിടത്ത് തർജീഹുകളെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ശ്രമകരമായൊരു ദൗത്യമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷം പ്രത്യേകം പരാമർശം അർഹിക്കുന്ന മഹാത്മാവ് തഖിയുദ്ദീൻ അസ്സുബുക്കി റളിയല്ലാഹു അൻഹു ആണ്. കർമ്മശാസ്ത്ര രംഗത്ത് 110-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനവർകൾ അദ്ദേഹത്തിൻ്റെ
രചനകളിൽ പലപ്പോഴും ഷെയ്ഖാനിയോട് അഭിപ്രായത്തോട് യോജിക്കുകയും ചില സന്ദർഭങ്ങളിൽ അവരിൽ ഒരാളോട് മാത്രം യോജിക്കുകയും ചിലപ്പോൾ അവരോട് രണ്ടുപേരോടും വിയോജിക്കുന്ന രീതി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള മഹാനായ തബഖാത്തു ഷാഫിയ്യത്തുൽ കുബ്രയുടെ ഗ്രന്ഥകർത്താവായിട്ടുള്ള താജുദ്ദീൻ സുബുക്കി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തർജീഹാത്തുകളെ ക്രോഡീകരിച്ചപ്പോൾ മഹാനവർകൾ അദ്ദേഹത്തിൽ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഷെയ്ഖാനിയുടെ വീക്ഷണത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന അഭിപ്രായങ്ങളെ ഞാനിവിടെ ക്രോഡീകരിച്ചു വെച്ചത് പിൽക്കാലത്തൊക്കെ വരുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മദ്ഹബിനെ നഖൽ ചെയ്യുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ മേൽ കർത്തവ്യമാണ്. ഇതിനോടൊരിക്കലും എതിരാവാൻ അവർക്ക് അനുവദനീയമല്ല. കാരണം റാഫി ഇമാമും നവവി ഇമാമും എവിടെ നിന്നാണോ അവരുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയെടുത്തത് അതിൻ്റെ മആഖിദുകളെ കുറിച്ച്, ഷാഫിഈ മദ്ഹബിൻ്റെ നുസൂസുകളെ കുറിച്ച്, കലാമുൽ അസ്ഹാബിനെ കുറിച്ച് ഏറ്റവും ഇത്തിലാഉള്ള പണ്ഡിതനാണ് മഹാനായ തൻ്റെ പിതാവായിട്ടുള്ള തഖിയുദ്ദീൻ സുബുക്കി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ റാഫി ഷെയ്ഖാനിയുടെ മുസ്തലഹാത്തുകൾക്ക് പുറമെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മുസ്തലഹാത്തു ശുയൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുസ്തലഹാത്തിൻ്റെ കൂടെ തഖിയുദ്ദീൻ സുബുക്കിയുടെ ഇസ്തിലാഹാത്തുകളെയും ഷാഫിഈ മദ്ഹബിൽ പ്രാമാണികമായി പരിഗണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇവയിൽ മൂന്നാമതായി വരുന്നത് മഹാനായ ജമാലുദ്ദീൻ ഇസ്നവി എന്ന് പറയുന്ന യുഗപ്രഭാവനായ പണ്ഡിതനാണ്. അദ്ദേഹമാണ് തൻ്റെ ഗവേഷണ പഠനങ്ങളിൽ ഷെയ്ഖാനിക്കയെ അതിസൂക്ഷ്മമായി നിരൂപിക്കുകയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത മഹാത്മാവ്. അദ്ദേഹം ജവാഹിറുൽ ബഹ്റൈൻ ഫി തനാഖുലിൽ ഹബ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാഫിഈ തങ്ങൾക്ക് ശറഹുൽ കബീറിലും അതുപോലെ തന്നെ ഇമാം നവവി തങ്ങൾക്ക് റൗളത്തു ത്വാലിബീനിലും അവരുടെ പ്രസ്താവനകളിൽ വന്ന തനാഖുലിനെ, വൈരുദ്ധ്യത്തെ നിരൂപിച്ചുകൊണ്ട് അതിസൂക്ഷ്മമായി നിരൂപിച്ചുകൊണ്ട് രചിച്ച ഗ്രന്ഥമാണ് ജവാഹിറുൽ ബഹ്റൈൻ. അതിൻ്റെ പുറമെ അൽ മുഹിമ്മാത്ത് എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിൻ്റെ അതിവിശാലമായ ഗ്രന്ഥത്തിലും ഷെയ്ഖാനിയുടെ തർജീഹാത്തുകളെ കേന്ദ്രീകരിച്ച് വിശദമായ ചർച്ചകളും നിരൂപണങ്ങളും വിമർശനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ, ഈ മൂന്ന് പണ്ഡിതന്മാരിൽ ഏറ്റവും കൂടുതൽ നിരൂപിക്കുകയും വിമർശിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഇസ്നവി എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ പ്രധാനമായ കാതൽ അതിനെ നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഷാഫിഈ മദ്ഹബിലെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു തൻ്റെ മുഹിമ്മാത്തിൽ, ഷാഫിഈ മദ്ഹബിലെ മുത്തവ്വലാത്ത് അതിലെ വിശാലമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കണ്ണെത്തിയ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതൻ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഉദ്ധരിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരണികൾ കൊണ്ടുവരാറില്ല. ആ അർത്ഥത്തിൽ ഇമാം റാഫിഈ തങ്ങളുടെ ഉദ്ധരിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവ പരിശോധിക്കുമ്പോൾ അവയിൽ സിംഹഭാഗവും ഹിജ്റ 400 മുതൽ റാഫി ഇമാമിൻ്റെ കാലഘട്ടം വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ വിരചിതമായ ഗ്രന്ഥങ്ങളാണ് ഭൂരിഭാഗവും. അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ വിരചിതമായ ഷാഫി ഇമാമിൻ്റെയും അവരുടെ അസ്ഹാബിൻ്റെയും ഗ്രന്ഥങ്ങൾ തുലോം വിരളമാണ്. എന്ന് മാത്രമല്ല, മഹാനവർകൾ രേഖപ്പെടുത്തുന്നത് റാഫി ഇമാമിനെ കണ്ടെത്താനായ ഗ്രന്ഥങ്ങളുടെ എണ്ണം കേവലം 12 ആണെന്ന് പോലും രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിലൊരു ഇസ്തിആബ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനു പുറമെ അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു ആരോപണം, ഷെയ്ഖാനി അവരുടെ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ തന്നെ, ഷെയ്ഖാനിക്ക് ലഭ്യമായ അസ്ഹാബിൻ്റെ ഗ്രന്ഥങ്ങളെ തന്നെ ആദ്യാവസാനം സൂക്ഷ്മമായ പരിശോധന, സബറു കലാം, അവരുടെ പ്രസ്താവനകളെ, അവരുടെ രചനകളെ സൂക്ഷ്മമായ വിലയിരുത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനവർകൾ മഹാനായ നവവി ഇമാമിൻ്റെ മിൻഹാജു ത്വാലിബീൻ എഴുതിയ കാഫിൽ മുഹ്താജ് എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൽ നവവി ഇമാമിൻ്റെ മുസ്തലഹാത്തുകൾ ഇസ്തിആബില്ലാത്തതാണ്, അപൂർണമാണെന്ന് വിമർശനം ഉന്നയിക്കുകയും അവക്ക് തിരുത്തലുകൾ കൊണ്ടുവരികയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഇസ്നവി റഹിമഹുല്ലയുടെ തർജീഹാത്തിൻ്റെ രീതിയിൽ പ്രത്യേകമായ മൻഹജ്, മഹാനവർകൾ ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങളിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ മാത്രം മുന്തിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇമാം നവവി തങ്ങളുടെ തർജീഹിനോടൊപ്പം ഇബ്നു റിഫ്ആ തങ്ങളുടെ തർജീഹ് കൂടി ഒത്തുവരണം എന്നുള്ള നിഷ്കർഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ
ഇസ്നവി റളിയല്ലാഹു റഹിമഹുല്ലാ മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അതിരൂക്ഷമായ വിമർശനങ്ങളും നിരൂപണങ്ങളും ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമകാലികർ മുതലുള്ള പണ്ഡിതന്മാർ രണ്ട് ധാരകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇസ്നവി റഹിമഹുല്ലയെ അനുകൂലിച്ച് വന്ന പണ്ഡിതന്മാർ അഹ്മദ് ബിൻ മൂസ ബിനുൽ വക്കീൽ, സൈനുദ്ദീൻ ബിൻ അബ്ദുറഹീം അൽ ഇറാഖി, ഇബ്നുൽ അർസഖ് അൽ യമനി, തഖിയുദ്ദീൻ അൽ ഹിസനി തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോൾ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർത്തും പ്രതികൂലിച്ചും രംഗത്ത് വന്നതായി, അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് കാമ്പില്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നതായി കാണാൻ സാധിക്കും. അവരിൽ പ്രധാനികളാണ് ശിഹാബുദ്ദീൻ അൽ അദ്റഈ, ഈസ ഇബ്നു ഉസ്മാൻ അൽ ഇസ്സി, സിറാജുദ്ദീൻ അൽ ബുൽഖീനി, ഇബ്നു ഖാളി ശുഹബ, ബദറുദ്ദീൻ ബുൽഖീനി തുടങ്ങിയ പണ്ഡിതന്മാർ. ഇനി ഇവരുടെ ശേഷം ചരിത്രത്തിൽ പ്രത്യേകമായി എടുത്തു വെക്കേണ്ട ഒരു മഹാത്മാവാണ് ബദറുദ്ദീൻ അസ്സർകശി റഹിമഹുല്ലാ. അദ്ദേഹം തന്നെ ഖാദിമുർ റാഫിഈ വർ റൗള എന്ന് പറയുന്ന വിഖ്യാതമായ അതിവിശാലമായ വിപുലമായ ഗ്രന്ഥത്തിൽ ഷെയ്ഖാനി പ്രത്യേകമായ തഖീദ് കൊണ്ടുവരാത്ത ഇത്ലാഖാക്കി പറഞ്ഞ മസ്അലകളിൽ പ്രത്യേകമായ തഖീദ് കൊണ്ടുവരികയും അവർ ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഇഹ്മാല് ചെയ്ത ബഹ്സുകളെ വിശദമായി ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഷെയ്ഖാനിക്കെതിരെ ഇസ്നവി തങ്ങളെപ്പോലെയുള്ളവർ ഉദ്ധരിച്ച ആരോപണങ്ങൾ അവയുടെ നിരർത്ഥകതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നുള്ളത് ബദറുദ്ദീൻ അസ്സർകശി തങ്ങളോട് നിർവഹിച്ച വലിയൊരു ദൗത്യമാണ്. പിന്നീട് വരുന്നത് മിൻഹാജിന്റെ വ്യാഖ്യാനങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മർത്തബത്തുൻ നുള്ളാറും ഫി തർജീഹ് അവരുടെ ഒരു കാലഘട്ടം, അസ്റു ശുറൂഹ് വ്യാഖ്യാനങ്ങളുടെ കാലഘട്ടം എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയത്. ഈ കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ ഹിജറ 9-ാം നൂറ്റാണ്ട് വരെ ഷെയ്ഖാനിയുടെ ഇത്തിഫാഖിന് പ്രാമുഖ്യം നൽകുക എന്നുള്ള അതൊരു പൊതു നിയമമായി വന്നിട്ടില്ല എന്ന് പരാമർശിച്ചു. പിന്നെ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്? അതിൽ ഏറ്റവും വലിയ നിസ്തുലമായ സംഭാവന അർപ്പിച്ച മഹാത്മാവാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ലാ. അതുകൊണ്ടാണ് മഹാനവർകൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. മഹാനവർകളാണ് മുഅ്തമദ് എന്ന വാക്കിനെ പ്രത്യേകമായൊരു സാങ്കേതിക അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ലയാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം സ്വീകരിച്ച ഒരു സമീപനം, അദ്ദേഹം ഷെയ്ഖാനിയുടെ ഗ്രന്ഥങ്ങൾക്ക് വലിയ സേവനങ്ങൾ അർപ്പിച്ച മഹാത്മാവാണ്. മിൻഹാജിലൊക്കെ പറഞ്ഞ അപ്രബലമായ വീക്ഷണങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു മസ്അലയിലെ ഭിന്നാഭിപ്രായങ്ങളെ മാറ്റിവെച്ച് അതിലെ മുഅ്തമദായ വീക്ഷണത്തെ മാത്രം വളരെ സരളവും സ്പഷ്ടവുമായ ഇബാറത്തിലൂടെ തെഹരീർ ചെയ്ത് അവതരിപ്പിക്കുകയും അതോടുകൂടെ അതിൻ്റെ പ്രാമാണികമായ ഹദീസുകളുണ്ടെങ്കിൽ മറ്റും തെളിവുകളെയും കൂടി ചേർത്ത് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഉസൂലിയായ ഖായിദകളെയും ആവശ്യാനുസരണം കൊണ്ടുവരുന്ന രീതി മഹാനവർകൾ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഷെയ്ഖാനിയുടെ തർജീഹിനെ മുന്നോട്ട് വെക്കുകയും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നവവി ഇമാമിനെ മുന്തിക്കുക, നവവി ഇമാമിന്റെ തർജീഹ് ഇല്ലാത്തിടത്ത് റാഫി ഇമാമിന് പ്രാമുഖ്യം നൽകുക എന്നുള്ള ഒരു നിലപാടിനെ മദ്ഹബിൽ ഒരു പ്രബലമായ നിലപാടായി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം 100 വയസ്സിനപ്പുറം ജീവിച്ച മഹാത്മാവാണ്. പിൽക്കാലത്ത് വന്ന ശാഫിഈ മദ്ഹബിലെ മുടിചൂട മന്നന്മാരായ ഫുഖഹാക്കളൊക്കെ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് സർവാംഗീകൃതമായി അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ഷാഫിഈ മദ്ഹബിൽ മുഅ്തമദ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖാനിയുടെ ഇത്തിഫാഖ് ഇല്ലാത്ത സന്ദർഭത്തിൽ നവവി ഇമാമിന്റെ തർജീഹ്, അതില്ലാത്ത സന്ദർഭത്തിൽ റാഫിഈ ഇമാമിന്റെ തർജീഹ് എന്നത് ഷാഫിഈ മദ്ഹബിലെ ഒരു പൊതു നിയമമായി കടന്നു വന്നത് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷാഫിഈ മദ്ഹബിൽ ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയ മഹാനവർകളുടെ ഗ്രന്ഥങ്ങളിൽ മുൻഗണനാക്രമങ്ങൾ, അവക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ തെർത്തീബ്, മുന്തിക്കേണ്ടതിൻ്റെ തെർത്തീബ് ഏതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് ഷറഹു ബഹ്ജത്തുസ് സഗീർ, ഇബ്നുൽ വർദി തങ്ങളുടെ ബഹ്ജക്ക് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 57 തവണയാണ് അദ്ദേഹത്തിൻ്റെ മേൽ അത് സംശോധനയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ വായിച്ചു കേൾപ്പിക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതമ്മു തഹ്രീറായിട്ടുള്ള ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ശേഷം ഫതുഹുൽ വഹാബ് ഫി ശർഹിൽ മൻഹജി തുല്ലാബ്,
അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ രചന. അടുത്തത് ഷർഹു തഹരീർ, ഷർഹുർ റൗം, ഷർഹുൽ ബഹ്ജത്തുൽ കബീർ. ഇതൊക്കെയാണ് ചില മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാർ ഷർഹുൽ ബഹ്ജയിലെ വീക്ഷണത്തെ ഷർഹുൽ മൻഹജിലെ വീക്ഷണത്തെക്കാൾ മുൻഗണന നൽകാറുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം വരുന്നത് അദ്ദേഹത്തിന്റെ ഈ രംഗത്ത് നുദ്വാറായി കടന്നു വരുന്നവർ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ, ശിഹാബുർ റംലി, ഖതീബ് ഷിർബീനി, ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ റംലി, ഇവരൊക്കെയാണ്. ഇതിൽ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹാനവർകളാണ് മുഅ്തമദ് എന്ന പദത്തെ ആദ്യമായി കൃത്യമായൊരു നിർവചനം കൊണ്ടുവന്നത്. അൽ മുഅ്തമദു മത്തഫഖ അലൈഹി മാ ലം യുജ്മഅ മുതഅഖിബു കലാമിഹി മാ അലാ അന്നഹു സഹ്വൻ. ശൈഖാനിയുടെ ഏകോപന അഭിപ്രായമാണ് മുഅ്തമദ് എന്നും അവരുടെ അഭിപ്രായം സഹ്വാണ് എന്ന് അവർക്ക് നിരൂപണം കൊണ്ടുവന്ന പണ്ഡിതന്മാർ ഇജ്മാ ആവാത്ത കാലഘട്ടത്തോളം അവരുടെ അഭിപ്രായമാണ് മുഅ്തമദെന്നും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നവവി തങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അതില്ലാത്ത സന്ദർഭങ്ങളിൽ റാഫി ഇമാമിന്റെ അഭിപ്രായത്തിനെ തർജീഹാക്കണമെന്നും മുഅ്തബിനെ ആദ്യമായി ആ ഒരു അർത്ഥത്തിൽ നിർവചിച്ചത് മഹാനവർകളാണ്. അദ്ദേഹത്തിന്റെ തർജീഹാത്ത്, അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകൾ പ്രത്യേകമായി സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു വിഷയം, സക്കരിയ അൽ അൻസാരി തങ്ങളുടെ കൃതികളില്ലാത്ത ഒരു പ്രത്യേകമായ സവിശേഷത എന്നുള്ളത് മഹാനവർകളുടെ സേവനത്തിന്റെ വലിയൊരു കാലഘട്ടം മക്കയിലായതുകൊണ്ട് യമനി പണ്ഡിതന്മാർ അഹ്മദുൽ മുസജ്ജദ് തങ്ങൾ, ഇസ്മായിൽ ഇബ്നുൽ മുഖരി, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാവുകയും അവയിലുള്ള അഭിപ്രായങ്ങളെ കൂടി അത്തരം ഗവേഷണങ്ങളെ കൂടി തഹരീർ ചെയ്ത് തൻ്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇനി മഹാനവറുകളുടെ ഷാഫിഈ മദ്ഹബിലുള്ള സ്ഥാനം, ചില പണ്ഡിതന്മാർ അദ്ദേഹം ഷെയ്ഖാനിയെ പോലെ മുജ്തഹിദുൽ ഫത്വയാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ബാജൂരി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹം മുഖല്ലിദ് മാത്രമാണ് എന്ന് രേഖപ്പെടുത്തുന്നു. എന്നാൽ പ്രബല വീക്ഷണ പ്രകാരം അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത് രണ്ടിന്റെയും ഇടയിൽ നുവ്വാറുൽ മദ്ഹബ് എന്ന് പറയുന്ന സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയായിട്ടുള്ള തുഹ്ഫത്തുൽ മുഹ്താജിന്റെ സവിശേഷത, ആ രചന, അദ്ദേഹത്തിന്റെ മറ്റു രചനകളുണ്ടെങ്കിലും ഈ രചനക്ക് പ്രാമുഖ്യം നൽകപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ രംഗത്തെ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും രചിച്ച് അവക്ക് ഖിദ്മത്ത് ചെയ്തതിനു ശേഷമാണ് തുഹ്ഫയുടെ രചനയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ആദ്യമായി ഇബ്നുൽ മുഖരി തങ്ങളുടെ ഇർഷാദിന് ഇംദാദ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനം എഴുതി റൗളിനെ സംഗ്രഹിച്ചു. പിന്നെ അതിനെ വ്യാഖ്യാനിച്ചു. മഹാനായ നവവി ഇമാമിന്റെ ഈളാഹിനെ വ്യാഖ്യാനിച്ചു. ഇർഷാദിന് ഇംദാദ് എന്ന പേരിൽ വലിയൊരു വ്യാഖ്യാനവും ഫതഹുൽ ജവാദ് എന്ന പേരിൽ ചെറിയൊരു വ്യാഖ്യാനവും രചിച്ചു. ഇതൊക്കെ രചിച്ചതിന് ശേഷം ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്കൊക്കെ കണ്ണെത്തിയതിനു ശേഷമാണ് മഹാനവർകൾ തുഹ്ഫയുടെ രചനയിലേക്ക് പ്രവേശിക്കുന്നത് എന്നതുകൊണ്ടാണ് തുഹ്ഫക്ക് ഇത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട്. മസ്അലകളിലെ ഫുറൂഖുകൾ, ഖവായിദുൽ ഫിഖ്ഹിയ, ഖവായിദുൽ ഉസൂലിയ. തുഹ്ഫയിലെ ഖവായിദുൽ ഉസൂലിയയെ തഖ്രീജ് ചെയ്തുകൊണ്ട് അൽ മദ്ഖൽ ഇലാ ഉസൂലിൽ ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദുക്തൂർ മുർത്തള അലി മുഹമ്മദ് അദ്ദാഖിസ്ഥാനി എന്ന് പറയുന്ന ഒരു ദജിസ്ഥാനിയൻ പണ്ഡിതൻ 2 വാള്യങ്ങൾ വരുന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചതായി കാണാൻ സാധിക്കും. അതിലുപരി തുഹ്ഫയിലെ മാത്രം മുസ്തലഹാത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തദ്കിറത്തുൽ ഇഖ്വാൻ ഫി ബയാനി മുസ്തലഹാത്തി തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന പേരിൽ ദാഗിസ്ഥാനി പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ അല്ലീജി, ഉഖൂദുദ് ദുറർ ഫി ബയാനി മുസ്തലഹാത്തി തുഹ്ഫത്ത് ഇബ്നു ഹജർ എന്ന പേരിൽ മുഹമ്മദ് ബിൻ സുലൈമാനുൽ കുർദി എന്നിവർ തുഹ്ഫയിലെ മുസ്തലഹാത്തുകളെ മാത്രം ഉപന്യസിച്ചുകൊണ്ട് ഗ്രന്ഥരചനകൾ നടത്തിയതായി കാണാൻ സാധിക്കും. ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻഗണനാക്രമം കൽപ്പിക്കേണ്ടത് ഏത് ഗ്രന്ഥങ്ങൾക്കാണ്, അതിൻ്റെ ഒരു തർത്തീബ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ആദ്യമായി തുഹ്ഫത്തുൽ മുഹ്താജ്, ഫതഹുൽ ജവാദ്, അൽ ഇംദാദ് ഫി ശർഹിൽ ഇർഷാദ്, അൽ മൻഹജുൽ ഖവീം ബി ശർഹി മസാഇൽ തഅലീം, അൽ ഇബാബ്, ശർഹുൽ ഉബാബ്, പിന്നെ മഹാനവറുകളുടെ ഫത്വ സമാഹാരം. ഈ അർത്ഥത്തിൽ മഹാനായ ഖതീബ് ഷിർബീനിയും മറ്റു മിൻഹാജിന്റെ വ്യാഖ്യാതാക്കളൊക്കെ ഉണ്ടെങ്കിലും ഷെയ്ഖാനി എന്ന അർത്ഥത്തിൽ പിൽക്കാലത്ത് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് എന്ന് പറഞ്ഞാൽ റംലിയുടെയും ഇബ്നു ഹജർ തങ്ങളുടെയും ഇത്തിഫാഖാണ് എന്ന് രേഖപ്പെടുത്തുന്ന തലത്തിലേക്ക് അവരുടെ സേവനങ്ങൾ കടന്നു വന്നു.
മുഹമ്മദ് സഈദ് സമ്പൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്വ പ്രകാരം ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു പേരുടെയും ഇത്തിഫാഖാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഇഖ്തിലാഫാത്തുകളെയും ഇത്തിഫാഖാത്തുകളെയും ക്രോഡീകരിച്ചുകൊണ്ടും രചനകൾ വന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ മൻഹലുൻ നുല്ലാഖ് ഫി ഇഖ്തിലാഫിൽ അഷ്യാഖ് എന്ന പേരിൽ ഇബ്നുൽ ഖറഹ്ദാഖി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഉമർ റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ മൻഹലുൻ നുല്ലാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളെ കാവ്യവൽക്കരിച്ചുകൊണ്ട് മുസ്തഫൽ അലവാനി എന്ന് പറയുന്ന മഹാത്മാവ് കശ്ഫുൽ ഖിത്വാ വൽ ലുബ്സി അൻ ഇഖ്തിലാഫ് ഇബ്നു ഹജർ വശംസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം, അതുപോലെ തന്നെ ഫത്ഹുൽ അലി ബി ജംഇൽ ഖിലാഫി ബൈന ഇബ്നു ഹജർ വ ഇബ്നു റംലി എന്ന് പറഞ്ഞുകൊണ്ട് യമനി പണ്ഡിതനായ ഉമർ ഇബ്നു അബ്ദുറഹ്മാൻ ബാഫറജ് ബഅലവി 374ഓളം മസ്അലകൾ അതിൽ അദ്ദേഹം ജംഅ ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്മദുൽ ഐനൈൻ ഫി ബഅദ് ഇഖ്തിലാഫി ശൈഖൈൻ എന്ന് പറയുന്ന അലി ബാസബരീൻ തങ്ങളുടെ ഗ്രന്ഥം, ഇങ്ങനെയുള്ള രചനകളൊക്കെ അവരുടെ ഷെയ്ഖാനിയുടെ അഥവാ ഇബ്നു ഹജർ, റംലി എന്നിവരുടെ ഗ്രന്ഥങ്ങളെ കേന്ദ്രീകരിച്ച് നടന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഷെയ്ഖാനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച മഹാത്മാവ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഉബാബിന്റെ വ്യാഖ്യാനമായ ഈആബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് നേരത്തെ ഇവിടെ വിഷയാവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഷാഫിഈ മദ്ഹബ് ഇമാമിന്റെ നസ്സിന് വിരുദ്ധമായി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. ഷാഫിഈ മദ്ഹബിന്റെ ഇമാമിന്റെ നസ്സുകളെ കുറിച്ച് ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയാണ് അദ്ദേഹം, നവവി ഇമാമും റാഫിഈ ഇമാമും എന്ന് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഏതാണ്ട് 3-4ഓളം ശ്രദ്ധേയമായ ഷെയ്ഖാനിക്കെതിരെയുള്ള എഴുത്തിറാളുകൾക്ക് വളരെ കൃത്യമായ മറുപടി അദ്ദേഹം തന്റെ ഈആബിന്റെ തുടക്കത്തിൽ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ പുറമെ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന് ഷാഫിഈ മദ്ഹബിൽ ഇത്രമേൽ അപ്രമാദിത്വം നൽകപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നമ്മുടെയൊക്കെ ഗുരുവര്യന്മാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്, നവവി ഇമാമിന്റെ ഇബാറത്തുകളിൽ തസാമുഹുള്ള ഭാഗങ്ങൾ പോലും അതിനെ പോലും വജ്ഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്തഇ എന്ന് പറഞ്ഞതുപോലെ അതിനെ ശക്തമായി ന്യായീകരിക്കുന്ന ഒരു സമീപനം. നവവി ഇമാം എന്ന് പറഞ്ഞാൽ ആ സമാനിന്റെ ഖുതുബായിരുന്നു എന്നാണല്ലോ ഇബ്നു ഹജർ തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയത് തുഹ്ഫയുടെ ആമുഖത്തിൽ. അപ്പൊ ആ ഒരു നവവി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം ചെയ്ത ഈ വലിയൊരു സഅയാണ് അദ്ദേഹത്തിന് ഈ വലിയ സ്വീകാര്യതക്ക് വഴിയൊരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഷാഫിഈ കർമ്മശാസ്ത്രത്തിൽ പിൽക്കാലത്ത് വന്ന തഹ്രീറുകൾ, ഈ ഷെയ്ഖാനിയുടെ അഥവാ ഇബ്നു ഹജർ തങ്ങളുടെയും റംലി തങ്ങളുടെയും ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് തഹ്രീർ ചെയ്തവർ, റംലി തങ്ങളുടെ ഗ്രന്ഥങ്ങളെ പിൽക്കാലത്ത് തഹ്രീർ ചെയ്തവർ, അതിന്റെ വ്യാഖ്യാതാക്കളായിട്ടുള്ള പണ്ഡിതന്മാർ സിയാദി, ഹലബി, ഷബ്രാമല്ലസി, ബാജൂരി, ബുജൈരിമി തുടങ്ങിയവർ റംലി ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ തഹ്രീർ ചെയ്തവരിൽ പ്രധാനികളാണ്. അതിൽ ഏറ്റവും മനോഹരവും സമ്പൂർണവുമായ തഹ്രീർ സിയാദി തങ്ങളുടേതാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇബ്നു ഹജർ തങ്ങളുടെ രചനകളെ ആദ്യമായി ചെറിയ രീതിയിലെങ്കിലും തഹ്രീർ ചെയ്തത് ഫത്ഹുൽ മുഈന്റെ ഗ്രന്ഥകർത്താവായ നമ്മുടെ നാട്ടുകാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ശേഷം ഈ രംഗത്ത് ശ്രദ്ധേയമായ സേവനമർപ്പിച്ചത് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഖുർദിയാണ്. മഹാനവർകൾ അവിടുത്തെ അൽ ഫവായിദുൽ മദനിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ തങ്ങളുടെ പ്രസ്താവനകളിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ, അവിടെ ഏതിനെ മുന്തിക്കണം പിന്തിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വളരെ വിശാലമായ ഒരു വിഷയമാണിത്, അതിലേക്കൊരു കിളിവാതിൽ തുറന്നു വെച്ചു എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ സംസാരത്തെയും കൂടലിനെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.